വർഷങ്ങൾക്കു ശേഷം പ്രേമന്റെ കാത്തിരിപ്പിന് ഒരു അർത്ഥമുണ്ടായി. വേറെയൊന്നുമല്ല, വിദ്യയും മകളും തിരിച്ചെത്തി. പ്രേമൻ അറിയാമായിരുന്നു അവർക്ക് അത്ര പെട്ടെന്നൊന്നും തന്നെ മറന്ന് പോകാൻ കഴിയില്ല. അവർ തന്നെ കൂടി കൊണ്ടുപോകും എന്നൊരു വിശ്വാസവും പ്രേമനുണ്ടായിരുന്നു. വർഷങ്ങൾക്കു ശേഷം പ്രേമന് മനസ്സിൽ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായാണ് വിദ്യയും മകളും എത്തിയത്. ആ വാർത്ത വേറൊന്നുമല്ലായിരുന്നു. വിദ്യ ഇന്ന് കുവൈത്തിലെ ഒരു അറിയപ്പെടുന്ന ഡോക്ടറാണ്. കുവൈത്തിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിലാണ് വിദ്യ വർക്ക് ചെയ്യുന്നത്. വിദ്യയ്ക്ക് എല്ലാ സപ്പോർട്ടും പിന്തുണയും വിദ്യയുടെ കൂട്ടുകാരിയായ ദീപയും ദീപയുടെ ഹസ്ബൻഡ് രാജീവനും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. വിദ്യയുടെ ബാക്കി പഠനവും മകളുടെ പഠനവും അവരുടെ താമസവും ഭക്ഷണവും എല്ലാ കാര്യങ്ങളും ദീപ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദീപയ്ക്ക് വിദ്യയുടെ അവസ്ഥ കണ്ട് സഹിക്കാനാവാതെയാണ് കുവൈത്തിലോട്ട് വിദ്യയെ കൊണ്ടുപോയത്. എന്നാൽ വിദ്യ പോകുന്നതിൽ പ്രേമന് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പ്രേമന് മാത്രമല്ല, ആ നാട്ടുകാർക്കും. അവർക്ക് വിദ്യയോട് പറയാനാവാത്ത ഒരു അടുപ്പമുണ്ടായിരുന്നു. വിദ്യ അവർക്ക് മകളും അനിയത്തിയും എല്ലാമായിരുന്നു. പ്രേമന് തൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടെന്ന് തോന്നി തുടങ്ങിയത് തന്നെ വിദ്യയും മകളും വന്നതിന് ശേഷമാണ്. അങ്ങനെ വിദ്യ പ്രേമനെ തേടി തിരിച്ച് നാട്ടിലെത്തി. മകൾക്ക് ഉന്നത വിദ്യാഭ്യാസം തന്നെയായിരുന്നു വിദ്യ കുവൈത്തിൽ കൊടുത്തിരുന്നത്. ഇന്ന് മകൾ വലിയ കുട്ടിയായിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ആ കുറുമ്പി പെണ്ണൊന്നുമല്ല ഇന്ന് ഒരുപാടങ്ങ് വലുതായി. എന്നാലും അവൾ ഇന്നും പ്രേമനങ്കിളിനെയും മല്ലിക ചേച്ചിയെയും കുഞ്ഞമ്മയെയും ആ നാടും ഒന്നും മറന്നിട്ടില്ല. കാരണം അത്ര പെട്ടെന്ന് അമ്മയ്ക്കും മോൾക്കും മറക്കാനാവുന്ന ഒരു സ്ഥലമല്ല അത്. അവരുടെ ജീവിതം നിന്നുപോയി എന്ന് കരുതിയെടുത്തുനിന്ന് അവരെ വീണ്ടും എഴുന്നേൽപ്പിച്ച് ഉയർത്തിയ നാടാണത്. അവർക്ക് അവിടെയുള്ള ഓരോരുത്തരും അവരുടെ താങ്ങും തണലുമാണ്. വിദ്യയും മകളും ഇന്ന് നാട്ടിൽ തിരിച്ചെത്താൻ കാരണം തന്നെ വിദ്യയുടെ മകളായ ലിയ ഷാനവാസാണ് കേട്ടോ. നമുക്ക് നാട്ടിലോട്ട് പോവാം, അമ്മയ്ക്കും വേണം ഇനിയൊരു ജീവിതം. ഇപ്പോൾ ഞാൻ പ്രായപൂർത്തിയായി. എനിക്ക് വേണ്ടി അമ്മ ഇത്രയും കാലം ജീവിച്ചു, ഇനി അമ്മയ്ക്കും ഒരു ജീവിതം വേണമെന്ന് പറഞ്ഞു അമ്മയെ നിർബന്ധിച്ച് കൊണ്ടുവന്നത് മകളാണ്. എന്നാൽ വിദ്യയും മകളും നാട്ടിലോട്ട് പോകുന്നതിൽ ദീപയ്ക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രേമേട്ടനെയും കൂട്ടി ഞാൻ തിരിച്ച് വരുമെന്നായിരുന്നു വിദ്യ ദീപയ്ക്ക് കൊടുത്ത വാക്ക്. ആ വാക്കും കൊടുത്തായിരുന്നു വിദ്യയും മകളും അവിടുന്ന് നാട്ടിലോട്ട് പുറപ്പെട്ടത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു നാട്ടിലെത്തിയപ്പോൾ വിദ്യയ്ക്കും മകൾക്കും കളഞ്ഞുപോയ എന്തൊക്കെയോ തിരിച്ചു കിട്ടിയതുപോലെ ആയിരുന്നു. എത്ര കാലത്തിന് ശേഷമാണ് മല്ലിക ചേച്ചിയെയും കുഞ്ഞമ്മയും ആ നാട്ടിലുള്ള ഓരോരുത്തരെയും കാണുന്നത്. എന്നാൽ എല്ലാവരെയൊന്നും അവർക്ക് കാണാനും കഴിഞ്ഞില്ല. കാരണം കാലം അവരെയെല്ലാം കൊണ്ടുപോയിരുന്നു. എന്നാൽ ഉള്ളവരെയെല്ലാം അവർ കണ്ടു. അവർക്ക് ഒരുപാട് സന്തോഷമായി വിദ്യയുടെ ഈ ഉയർച്ചയിൽ. അധികം വൈകാതെ തന്നെ വിദ്യയും പ്രേമേട്ടനും വിവാഹിതരാവുകയും ചെയ്തു. അവർ ഒരു വീടെല്ലാം വാങ്ങിച്ചു അവിടെ താമസവും തുടങ്ങി. പിന്നീട് ഷാനവാസിൻ്റെ ആളുകൾ വിദ്യയും മകളും നാട്ടിലെത്തിയെന്നറിഞ്ഞപ്പോൾ ആദ്യമെല്ലാം പ്രശ്നങ്ങൾക്ക് വന്നെങ്കിൽ കൂടി മകൾ ആയതിനാൽ തന്നെ മകൾ തീരുമാനിക്കും ആരുടെ കൂടെ നിൽക്കണം, അമ്മയുടെ കൂടെ നിൽക്കണോ അച്ഛൻ്റെ ബന്ധുക്കളെ കൂടെ പോകണോ എന്ന്. മകൾക്ക് തൻ്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതി എന്നായിരുന്നു അവളുടെ മറുപടി. പിന്നീട് ആ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിത്തീർന്നു. ഇന്ന് വിദ്യയ്ക്ക് ഒരു മകനു കൂടിയുണ്ട് കേട്ടോ. വിദ്യയ്ക്കും പ്രേമനും കൂടി ഉണ്ടായിട്ടുള്ള മകൻ. ഇന്ന് വിദ്യയും മകനും മകളും പ്രേമൻ എല്ലാം വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഒരുപാട് സഹിച്ചു, ഒരുപാട് വേദനകൾ ജീവിതത്തിൽ വന്നു. താൻ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കായിരുന്നു ജീവിതം തന്നെ കൊണ്ടുപോയി എത്തിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതിന് പകരമായി വലിയ സന്തോഷത്തിലാണ് താൻ ജീവിക്കുന്നത്. എല്ലാം തൻ്റെ ഷാനവാസിൻ്റെ ആത്മാവ് തൻ്റെ കൂടെയുള്ളതുകൊണ്ടാണ് തനിക്ക് ഇത്രയും നല്ല ഒരു ജീവിതം കിട്ടിയത്. ഷാനുവിന് പകരമായി ഇത്രയും നല്ലോണം എന്നെയും മകളെയും സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയത് എന്നെല്ലാം വിദ്യ പറയും. ദീപയ്ക്ക് കുവൈത്തിലോട്ട് തിരിച്ചു വരാമെന്ന് വാക്ക് കൊടുത്താണ് വിദ്യ അവിടുന്ന് പോന്നത്. പക്ഷേ ആ വാക്ക് പാലിക്കാൻ വിദ്യയ്ക്ക് കഴിഞ്ഞില്ല. നാട്ടിലെത്തിയപ്പോൾ വിദ്യ ആ തീരുമാനം മാറ്റേണ്ടി വന്നു. പക്ഷേ അത് ശരിയല്ല, അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം, പ്രേമനെയും കൂടി കൊണ്ടുപോകണം. നിങ്ങൾ കുടുംബമായി അവിടെ താമസിച്ചോളൂ, പ്രേമനും അവിടെ എന്തെങ്കിലും ജോലി ശരിപ്പെടുത്താമല്ലോ. ദീപയുടെ ഭർത്താവ് രാജീവൻ വിചാരിച്ചാൽ അത് നടക്കുമല്ലോ എന്നെല്ലാം കുഞ്ഞമ്മ പറഞ്ഞു. ആ തീരുമാനം ശരിയായിരുന്നു എന്ന് പിന്നീട് വിദ്യയ്ക്കും തോന്നി. കാരണം തൻ്റെ ജീവിതത്തിൽ ഒരു ആവശ്യത്തിന് അവർ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.
അങ്ങനെ അവരെ ചതിച്ചതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ കഴിയില്ല. അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാമെന്ന് വിദ്യയും പ്രേമനും മകളും തീരുമാനമെടുത്തു. പ്രേമന് അവിടെ എന്തെങ്കിലും ജോലി ശരിപ്പെടുത്താം എന്നും തീരുമാനിച്ചു. അങ്ങനെ അധികം വൈകാതെ തന്നെ അവർ അങ്ങോട്ട് പോവാനായിട്ട് ദീപയെ വിളിച്ചു പറഞ്ഞു. ദീപയാണെങ്കിൽ വിദ്യയുടെ വിവാഹത്തിനൊന്നും കൂടിയിട്ടില്ല. കാരണം വിദ്യയുടെ ഓരോ സംസാരത്തിലും നാട്ടിൽ നിന്നും തിരിച്ചു വരുന്നില്ല എന്ന് ദീപയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ വിദ്യയുടെ ആ തീരുമാനം ദീപയെ ഒരുപാട് വിഷമത്തിലാക്കി. കാരണം വിദ്യയുടെ കരിയർ ഇത്രയും ഉയർന്നു വരാൻ ഒരുപാട് ദീപയും അവളുടെ ഹസ്ബൻഡും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഒറ്റയടിക്ക് വേണ്ടെന്ന് വെച്ച് പോകുന്നതിൽ അവർക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അവർ അങ്ങോട്ട് തിരിച്ചു പോവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അവിടെയാണ് അവരുടെ ജീവിതം. മല്ലികയ്ക്കും കുഞ്ഞമ്മയ്ക്കും അവിടെയുള്ള ഓരോ നാട്ടുകാർക്കും ഇന്ന് അവരുടെ ഒരു അഹങ്കാരം തന്നെയാണ് കേട്ടോ. വിദ്യ ഡോക്ടറും അവരുടെ കുടുംബവും. എത്ര കഷ്ടപ്പെട്ട പ്രേമനായിരുന്നു. ഇന്ന് പ്രേമൻ്റെ അവസ്ഥയാകെ മാറിപ്പോയി. ഇപ്പോൾ പ്രേമൻ തന്നെ പറയും തനിക്ക് ശുക്രനാണെന്ന്.